ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ യാതെങ്കിലും രീതിയിൽ ചൊറിയാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനെ നാശമാണ്. മടയാധിപതി, നീ ആരാണെന്ന് നിനക്കറിയാമോ? നീ എത്ര വയസ്സ് തുടങ്ങിയെന്നറിയാമോ? നിന്റെ കലാപരിപാടികൾ നീ 7 പെണ്ണുങ്ങളെ നശിപ്പിച്ചില്ലേടാ. ഉള്ളിൽ നിന്ന് തട്ടി മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം അന്ന മാത്രമേ ഉള്ളൂ. ശരിക്കും കള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്വർഗതുല്യമാക്കി മാറ്റി. അവിടെ എന്ന് പറഞ്ഞാൽ സ്വാമി വരുന്ന സമയത്ത് 5 പൈസയ്ക്ക് ഒരാളിനെ കുത്തിക്കൊന്ന സ്ഥലമാണ്. ഇപ്പൊ ഒരാള് അവിടുന്ന് സ്വാമിയെ കാണാനായിട്ട് തിരിക്കുമ്പം തന്നെ ഇവിടെ ഒന്ന് പറയും, ഒരാള് ഒരു രാവിലെ 4 മണിക്ക് തിരിച്ചതാണ്, ആഹാരം ഒന്നും കഴിച്ചില്ല, പിള്ളേ ദോശ ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്ത് മാറ്റി വെച്ചിരിക്കണം, എന്നെ കണ്ടിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വരെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അവശനായി ഒരാള് ചെരുപ്പ് പോലും ഇല്ലാതെ നടന്ന്, കാറ് ഒന്നും പിടിക്കാൻ പൈസ ഇല്ലാതെ നടന്ന് ബസ് കയറി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയും, അല്ല ഞാൻ പറഞ്ഞില്ലേ ആ ദോശ എഴുതിട്ട് ഇദ്ദേഹത്തിനാണ്, ആഹാരം കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഒരാൾ അവിടുന്ന് തിരിക്കുമ്പം തന്നെ ഇദ്ദേഹത്തിനെ കാണണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പം തന്നെ ഇവിടെ അറിയും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ യാതെങ്കിലും രീതിയിൽ ചൊറിയാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനെ നാശമാണ്. മനസ്സിലായില്ലേ? വാക്കുണ്ട്. കാരണം ബാക്കി ക്ഷമിച്ച് കളയും. ഒരിക്കൽ ഞാൻ ജനിക്കുന്ന സമയത്താണ് ഒരു സ്വാമി ഭയങ്കര ഇതൊക്കെ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി കുറേ ശിക്ഷകടങ്ങൾ വാങ്ങിക്ക് വന്നു. അന്ന് വരുന്നതിന് മുമ്പ് തന്നെ സ്വാമി പറഞ്ഞു, ഒരു വേഷം കെട്ടിയ ഒരാൾ വരും സ്വാമിമാരെ വേര് കളയാൻ വേണ്ടി. വരെയാണെങ്കിൽ അദ്ദേഹത്തിന് ആഹാരമെല്ലാം കൊടുത്ത് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുക, എനിക്ക് കാണണ്ട. അദ്ദേഹം വന്നവൻ പറഞ്ഞു, ഇങ്ങനെയാണ് അങ്ങ് സ്വാമി പറഞ്ഞെന്നൊന്നും പറഞ്ഞില്ല, അങ്ങ് ഇതാണ് ആശ്രമം, കാര്യമൊക്കെ കാണിച്ചു കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടോ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലോ, എനിക്ക് സ്വാമിയെ കാണണം, ഞാൻ അതിനു വേണ്ടി ഇത്രയും ദൂരെ നിന്ന് വന്നതാണ് എന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അപ്പം അവസാനം സ്വാമി കേട്ടിട്ട് പറഞ്ഞു അദ്ദേഹത്തെ വരാൻ പറഞ്ഞു. അന്ന് പറഞ്ഞ സ്വാമിയുടെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാൻ പല ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട്, ഞാൻ ആശ്രമം നടത്തുന്ന ആളാണ്, ഇവിടുത്തെ രീതി ശരിയല്ല, ഇഷ്ടപ്പെട്ടില്ല, ഇവിടുത്തെ രീതി ശരിയല്ല, ഇവിടുത്തെ നിൽക്കുന്ന പിള്ളേരോട് കുറച്ചുകൂടി മര്യാദയ്ക്ക് വരണ, അത് ആചാര്യന്മാരോട് സന്യാസി വര്യന്മാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിപ്പിക്കണം. അപ്പൊ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, മഠാധിപതി എന്നല്ല വിളിച്ചത്, എടാ മഠയാധിപതി, നീ ആരാണെന്ന് നിനക്കറിയാമോ? നീ എത്ര വയസ്സ് തുടങ്ങിയെന്നറിയാമോ? നിന്റെ കലാപരിപാടികൾ നീ 7 പെണ്ണുങ്ങളെ നശിപ്പിച്ചില്ലേടാ. നീ ഒരു പെണ്ണെ ഗർഭിണിയാക്കിയിട്ട് അവൾ കിണറ്റി ചാടി ആത്മഹത്യ ചെയ്തില്ലേടാ. മടയാധിപതി സ്വാമി ചാതിഞ്ഞു വന്നിരിക്കുന്നു, ഈ ശിഷ്യന്മാർക്കോ ഒന്നും അറിഞ്ഞൂടാ, ഇതുവരെ ചെയ്ത കംപ്ലീറ്റ് വിളിച്ചു പറഞ്ഞു. അവന്റെ അന്ന് തൊട്ട് അന്ത്യം വരെ അതുവരെയുള്ള വിവരം മൊത്തം വിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞാൽ അതാണ് ഒരാൾ ചെല്ലുന്നവരുടെ A-Z, അവന്റെ മുൻജന്മം തൊട്ട് ഇനി അവൻ എന്താവാൻ പോലും അവന്റെ കർമ്മഫലം വരെ എടുക്കാൻ ശക്തിയുള്ള ആളാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ചിന്താലയ സ്വാമിയുടേത്. എന്തായാലും ഈ കഥ ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒന്നും ആയില്ല. ഭഗവാനെ കുറിച്ച് പറയുമ്പോ ഭഗവാൻ പ്രധാനമായിട്ട് പറഞ്ഞ് നിർത്താവുന്നുള്ള ഒന്ന്, അല്ല എനിക്കറിയാം ഇത് അങ്ങയുടെ മുഖത്തുണ്ട്. അങ്ങ് ഞാൻ വരുമ്പോ വളരെ ക്ഷീണിതനായിരുന്നു, പക്ഷെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോ അങ്ങയിലേക്ക് എന്തോ ഒരു വലിയ എനർജി വന്ന് കയറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 100%. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങേക്ക് സമയമുള്ളപ്പോ ഒരുപാട് പേര് ജയനാരായണജിയുടെ ബാക്കി ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചവരും മെസ്സേജ് അയച്ചവരും ഒക്കെ ഉണ്ട്. അവർക്കറിയില്ല അങ്ങ് തിരക്കിലാണ്, പകുതി സമയവും ദുബായിലും ഈ പറഞ്ഞതുപോലെ മാസത്തിൽ മൂകാംബിക ക്ഷേത്രത്തിലെ പൂജയും, അതിനിടയിൽ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങ് പറയാൻ വന്ന കാര്യത്തിലേക്ക്. അപ്പോ സ്വാമി 3 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. ഒന്ന്, അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയാണ് കള്ളിക്കാട്. അതായത് 50 വർഷം അദ്ദേഹം കർമ്മം ചെയ്തത് അവിടെയാണ്. അവിടെ ഇരുന്നാണ് അദ്ദേഹം ശരിക്കും കള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്വർഗതുല്യമാക്കി മാറ്റി. അവിടെ എന്ന് പറഞ്ഞാൽ സ്വാമി വരുന്ന സമയത്ത് 5 പൈസയ്ക്ക് ഒരാളിനെ കുത്തിക്കൊന്ന സ്ഥലമാണ്. മൊത്തം അത്ര കാട്ടാളന്മാര്, നമ്മൾ പറയും മറ്റേ കാട്ടാളന്മാര് അവിടെ ഒന്നുമല്ല, ശരിക്കും കള്ളിക്കാട് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. പക്ഷെ അത്ര മൃഗീയമായ സ്ഥലമാണ് കള്ളിക്കാട് നെയ്യാർ ഡാമിനടുത്ത്. അല്ലല്ല, അത് കള്ളിയങ്കാട്. ഇത് കള്ളിക്കാട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കാട്ടാക്കട കള്ളിക്കാട് ആ ഒരു ഏരിയയാണ്. അപ്പൊ ഈ സ്ഥലത്താണ് അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലമാണ് തെരഞ്ഞെടുത്തത്. നന്നാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു സ്ഥലം നോക്കിക്കൊള്ളുക. അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് കടവരാന്തയിൽ ഇരുന്ന്
അവിടെ ഓരോ സ്ഥലത്തിരുന്ന് ഇങ്ങനെ വീക്ഷിച്ച് ഒരുപാട് പീഡനങ്ങൾ ഇവരെന്തൊക്കെ കാണിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. ഇതെല്ലാം സഹിച്ചാണ് അവിടെ ഈ പുണ്യഭൂമിയാക്കി മാറ്റിയത്. എന്നിട്ട് അവിടെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആശ്രമം സ്ഥാപിച്ചിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വിവരമില്ല, ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. KG തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക്, നാട്ടുപ്രദേശത്തുള്ള കുട്ടികൾ, ഇപ്പോൾ ട്രസ്റ്റിന്റെ പേരിലുള്ള സ്കൂള്, അതെ, ട്രസ്റ്റിന്റെ പേരിലുള്ള സ്കൂള് ചിന്താലയ വിദ്യാലയം. ഈ വിദ്യാലയം സ്ഥാപിച്ച എന്തിനാണ്? ഇനിയുള്ള സമയത്ത് കുട്ടികൾക്ക് അറിവില്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർ പിന്നെ അറിവ് നേടണം. അതിനു വേണ്ടി അത് അവിടെ പഠിക്കുന്ന കുട്ടികൾ ശരിക്ക് വന്ന് കണ്ടാൽ ഇപ്പം ഞങ്ങൾക്ക് നല്ല സ്ട്രെങ്തുള്ള സ്കൂളാണ്. 98% +2വിന്റെ റിസൾട്ട്. 97.4% 10ാം ക്ലാസ്സിലെ റിസൾട്ട്. പഠിക്കുന്ന കുട്ടികളോ വളരെ പാവപ്പെട്ട കുട്ടികൾ, ഓട്ടോറിക്ഷക്കാരുടെ മക്കള്, തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരുടെ കുട്ടികൾ. ഈ കുട്ടികളെ നല്ലൊരു ശതമാനവും ഞങ്ങൾ ശരിക്കും പറഞ്ഞ കൺസെഷനിൽ പഠിപ്പിക്കുകയാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഞാൻ ആ ട്രസ്റ്റിലെ അംഗമാണ്, ഇപ്പം സ്കൂളിന്റെ മാനേജർ സ്ഥാനം വഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇപ്പം രോഹിത്തിൻ്റെ കൂടെ തന്നെ പറയും, ഒരു കുട്ടിയെ കൂടെ പഠിപ്പിക്കണം, നിങ്ങളെ മക്കൾ പഠിക്കുന്നതിനൊപ്പം. അതെ, അപ്പൊ അങ്ങനെ പഠിപ്പിച്ചാണ് ഞങ്ങൾ ആ കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ കുട്ടിയേക്കാണ് 98% മാർക്ക്. അല്ലാതെ നിവർത്തിയുള്ള അച്ഛനോ അമ്മയ്ക്കോ ഒരു വിവരമില്ല. ആ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ അതിനൊപ്പം തന്നെ പലരും മരിച്ച് ബോഡി അടക്ക സ്ഥലമില്ലാതെ ബോഡിയും ചുമന്നുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം ശ്മശാനം സ്ഥാപിച്ചു. അതെവിടെയാ? ഞങ്ങള് ഈ ആശ്രമത്തിനടുത്ത് തന്നെ പൊതു ശ്മശാനം. എല്ലാവർക്കും അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു ഇടം. അല്ല, അത് ഒരു വലിയ കൺസെപ്റ്റാണ്. കാരണം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ പണിയുന്ന ഒരുപാട് പേരെ കണ്ടിരുന്നു. പക്ഷെ പൊതു ശ്മശാനം കാരണം അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു സ്ഥലമില്ല. വസ്തുവകകളുള്ളവർക്കല്ലേ കൊണ്ടുവരിക. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ഞങ്ങളെ കള്ളിക്കാട് പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബോഡി കൊണ്ടുവരണമെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. അവിടെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് അദ്ദേഹം ശരിക്ക് പൊതു ശ്മശാനം സ്ഥാപിച്ചു. ഇപ്പോഴും ഫ്രീ ആണ് അവിടെ. അപ്പോൾ ഞങ്ങളവിടെ ശ്മശാനം, വിദ്യാലയം, പിന്നെ ഞങ്ങളെ 3 ആശ്രമത്തിലും 3 നേരവും ആഹാരമുണ്ട്. ആര് വന്നാലും, എത്ര പേര് വന്നാലും 3 നേരവും, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ഭഗവാൻ അന്നദാനത്തിന് പ്രാധാന്യം കൊടുത്തു. ഒരാള് മതി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് അന്നം മാത്രമാണ്. വേറെ ഒന്നും കൊടുത്താലും അവന് മതിയാവില്ല. ഒരു ആനയെ കൊടുക്കുകയാണെങ്കിൽ ഇവരോട് ചോദിച്ചെന്നെങ്കിൽ ഒരു കുതിരയും കൂടി തരുമായിരുന്നു എന്ന് അവൻ പിന്നെ വിചാരിക്കും, ചോദിച്ച കുറഞ്ഞു എന്ന് വിചാരിക്കും. ആഹാരം കൊടുത്തിട്ട് ശകലം പായസവും കൂടി അല്ലെങ്കിൽ ശകലം ഐസ്ക്രീം കൂടി കഴിക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ എന്നെ പിന്നെ പറ്റില്ല. ഉള്ളിൽ നിന്ന് തട്ടി മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം അന്നം മാത്രമേ ഉള്ളൂ. വലിയവനും ചെറിയവനുമുള്ള ഒരേ ഒരു കാര്യമാണ് വിശപ്പ്. അയ്യോ അത് വലിയവനാണ്, അവന് വിശപ്പില്ല. ഞങ്ങളും ഇതിന്റെ ഇടയിലൂടെ പറഞ്ഞു, ഞങ്ങളും ആ ഒരു ഇത് മനസ്സിലാക്കി ഞങ്ങളുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം, ഞാനും റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസി, നമ്മുടെ സുഹൃത്തിന്റെ സ്ഥാപനം, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഈ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിട്ട് ആരംഭിക്കാനിരിക്കുകയാണ്. എറണാകുളത്ത് വിശന്നിരിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു നല്ല കാര്യം. കാരണം ഞങ്ങളെ 3 ആശ്രമങ്ങളിലും ഞങ്ങള് ഇപ്പൊ ട്രസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഞങ്ങളെ ആശ്രമത്തില് പ്രാർത്ഥനയ്ക്കും അന്നത്തിനും. വേറെ ഞങ്ങൾക്ക് വലിയ ഉത്സവം ഒന്നുമല്ല. ഞങ്ങളെ ഉത്സവം ഇതാണ്, പാടുന്നവർക്കെല്ലാം ആഹാരം. കാരണം ഞങ്ങളെ അവിടെ ആഹാരത്തിന് അത്രയ്ക്ക് തിരക്കാണ്, അന്നം കഴിക്കാൻ വേണ്ടി അത്രയ്ക്ക് തിരക്കാണ്. എന്തായാലും ഒരു ദിവസം ആശ്രമത്തിൽ വരാനും അവിടെ കാണാനും ആഹാരം കഴിക്കാനും അത് അങ്ങയോടൊപ്പം തന്നെ പോകണം എന്നുള്ളതാണ് 100%. ഒരു ദിവസം അത് സാധിക്കും എന്ന് വിശ്വസിക്കും. 3 ആശ്രമങ്ങളിലും വരണം. ഉറപ്പായി. ഭഗവാന്റെ ജീവസമാധി ഇരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആത്മലിംഗം ഇരിക്കുന്ന സ്ഥലമാണ്. ആത്മലിംഗം ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ കണ്ടു തൊഴുതതിന് സമമാണ്. ഇപ്പൊ തന്നെ ഒരു തിരക്കുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീ, അവര് സ്വാമിയെ കണ്ടിട്ടില്ല. ഈ ചാനലിലൂടെ അവര് സ്വാമിയെ അറിയാണ്. അറിഞ്ഞിട്ട് അവര് വീഡിയോ ഒക്കെ കാണുകയും സ്വാമിയെ കുറിച്ച് അറിയുകയും ചെയ്തതിന് തൊട്ട് ബാക്കിൽ നിന്ന് അവര് 2 പെൺമക്കള്, 2 പേരും 2 മക്കളെയും കെട്ടിച്ചയച്ചിരിക്കുന്ന എബ്രോഡാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു മരുമോന് ഹാർട്ടിന് ഒരു കംപ്ലൈന്റ് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹാർട്ടിന്റെ വാൽവ് ലീക്കായി, എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിച്ചോളുക.
ഇവർ നാട്ടിൽ കൊണ്ടുവരുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു പ്ലെയിനിൽ ഇത്രയും ദിവസം 3-4 മണിക്കൂർ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഡേഞ്ചറാണ്. എന്നാലും പ്രഥമ ശുശ്രൂഷയൊക്കെ നടത്തി ഇവരെ വിട്ടു. അപ്പോൾ ഇവര് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇവര് സ്വാമിയെ കണ്ടിട്ട് പോലുമില്ല. സ്വാമിയെ വിളിച്ചിരുന്നു, സ്വാമി എൻ്റെ കുഞ്ഞിന് ഒരു അബദ്ധം വരുത്തരുതേ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, കണ്ണൂരുള്ള. അപ്പോൾ അവിടുന്ന് ഇദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ നേരെ അവിടുന്ന് ഉള്ള അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ഇതിനെല്ലാം ഏർപ്പാട് ചെയ്തെല്ലാം വെച്ചു, മെഡിക്കൽ റിപ്പോർട്ടെല്ലാം അയച്ചു, എല്ലാം ചെയ്തു വെച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്, ഇദ്ദേഹത്തിന് ഹാർട്ടിന് കംപ്ലൈന്റ് ഇല്ല. അവര് നിലവിളിച്ചുകൊണ്ട്, കാരണം അത് വേറെ ആർക്ക് രക്ഷിക്കാൻ പറ്റും? അവര് തന്നെ പറഞ്ഞു, എന്നെ ഇത്രയും ഞാൻ വളരെ പറ്റയാണ്, ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന ആളാണ്, സ്വാമിക്കല്ലാതെ ഇതുപോലെ പെട്ടെന്നൊരു മായ ഉണ്ടാക്കി തരാൻ വേറെ ഒരാളിനെ സാധ്യമല്ല. ഇതാണ് സ്വാമിയുടെ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സ്വാമിയെ സംബന്ധിച്ചോളം എന്റെ അറിവിൽപ്പെട്ട ഇതൊക്കെ ചെറിയ ഒരാളെ മരണത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന ആൾക്ക് ഇതൊക്കെ ഒരു നിസ്സാര കാര്യം. അപ്പൊ അതുകൊണ്ട് സ്വാമിയെ സംബന്ധിച്ചോളം ഇതൊക്കെ നിസ്സാര കാര്യം. അവരെ സംബന്ധിച്ചോളം ഇത്രയും വലിയ കാര്യമാണ്. എനിക്കത് അവര് ഓഡിയോ ആയിട്ട് ഇട്ടെന്ന് ഞാൻ അവനെ ചാനലിൽ കൊടുക്കുകയും ചെയ്തു. എന്നെ ഇത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് സ്വാമിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ചെറിയ ലീലകളെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ചിന്താലയ സ്വാമിയുടെ കഥകളുമായി വീണ്ടും നമുക്ക് കാണാം, ഇരിക്കാം. താങ്ക് യു. നമസ്കാരം.